ഹായ് ഗായ്സ് ക്ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആവശ്യകരമായ വോട്ടിംഗ് ആണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 8 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുകളിലുള്ള 12 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകളിലും അട്ടിമറി മുന്നേറ്റങ്ങളാണ് പലരിൽ നിന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ഒരു വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടില്ല ആരാണ് പുറത്തു പോകുക എന്ന്. ഏതായാലും ഇത്തവണ രണ്ടോ അതിലധികമോ ആൾക്കാരൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ 8 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. സിബിൻ്റെ കയ്യിൽ നിന്ന് ജിൻഡോ ഇന്ന് രാവിലത്തേക്ക് ആയപ്പോഴേക്കും നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം നടത്തി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 1,04,560 വോട്ടാണ് ജിൻഡോ കരസ്ഥമാക്കി 1-ാം പൊസിഷൻ നിലനിർത്തിയത്. 2-ാം പൊസിഷനിലേക്ക് സിബിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. സിബിന് ഇപ്പം താരതമ്യേന ഇപ്പോൾ വോട്ട് കുറഞ്ഞു വരികയാണ്. ഇനി വരും മണിക്കൂറുകളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 98,700 വോട്ടോടെ സിബിൻ ഇപ്പോൾ 2-ാം പൊസിഷനാണ് തുടരുന്നത്. 3-ാം പൊസിഷനിൽ അഭിഷേകാണുള്ളത്. അഭിഷേക് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഇപ്പോൾ നടത്തി വരികയാണ്. ഇന്നലെ ജാസ്മിനെ അട്ടിമറിച്ചതിന് ശേഷം നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 88,790 വോട്ടോടെ കൂടെ 3-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് അഭിഷേക്. 4-ാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിനും അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ 86,790 വോട്ട് നേടി 4-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആർക്കും വിട്ടുകൊടുക്കാതെ ഇപ്പോൾ 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ വീണ്ടും അട്ടിമറി മുന്നേറ്റവുമായി അർജുൻ കയറി വന്നിരിക്കുകയാണ്. അർജുന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പം കണ്ടുവരുന്നുണ്ട്. പല വോട്ടിംഗ് പോളിലായിക്കോട്ടെ ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് അർജുൻ കണ്ടുവരുന്നത്. 79,670 വോട്ടാണ് അർജുൻ കരസ്ഥമാക്കി 5-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 6-ാം പൊസിഷനിലേക്ക് സായി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. സായിയുടെ വോട്ട് ഇടയ്ക്ക് കയറുകയും ഇടയ്ക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ 77,890 വോട്ടോടെ അർജുനുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമായി തൊട്ടു പിന്നാലെ തന്നെ സായി തുടരുന്നുണ്ട് 6-ാം പൊസിഷനിൽ. 7-ാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സരയ്ക്ക് യാതൊരു മാറ്റമില്ല, 7-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റവും കണ്ടുവരുന്നുണ്ട്. 67,980 വോട്ടോടുകൂടി അപ്സര 7-ാം പൊസിഷനിൽ സേഫായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. 8-ാം പൊസിഷനിലേക്ക് നോറ കയറി വന്നിട്ടുണ്ട്. വലിയൊരു അട്ടിമറിയാണ് നോറ നടത്തി വന്നിരിക്കുന്നത്. തുടക്കത്തിൽ വോട്ടിങ്ങിൽ വളരെ പിന്നിലേക്ക് നിന്നിരുന്ന നോറ ഇപ്പോൾ 8-ാം പൊസിഷനിലേക്കാണ് നിലനിർത്തിയിരിക്കുന്നത്. 58,700 വോട്ട് കൂടി ഇപ്പോൾ 8-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 9-ാം പൊസിഷനിൽ തൊട്ടു പിന്നാലെ അൻസിബ തുടരുകയാണ്. 57,650 വോട്ട് നേടിയാണ് അൻസിബ 9-ാം പൊസിഷനിലുള്ളത്. നേരത്തെ 10-ാം പൊസിഷനിലായിരുന്ന അൻസിബ അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് 57,650 വോട്ടോട് കൂടി 9-ാം പൊസിഷനിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. 10-ാം പൊസിഷനിൽ അഭിഷേക് ജയദേവാണ്. അഭിഷേക് ജയദേവന് ചെറിയൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ 10-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. അഭിഷേക് ഒരു ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 11-ാം പൊസിഷനിൽ റസ്മിനാണ് തുടരുന്നത്. റസ്മിൻ ബാക്കിലായിരുന്നു, എന്നാൽ വീണ്ടും 11-ാം പൊസിഷനിലേക്ക് നന്ദനെ അട്ടിമറിച്ചുകൊണ്ട് കയറി വന്നിരിക്കുകയാണ്. 48,750 വോട്ടോടുകൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നന്ദനുമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം പൊസിഷനിൽ നന്ദനയാണുള്ളത്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ ഉള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നന്ദന. ഇപ്പോൾ 47,600 വോട്ടോടുകൂടി 12-ാം പൊസിഷനാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് റസ്മിനും നന്ദനയ്ക്കും വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിച്ച വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.